وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. അതിനു മുന്നോടിയായിട്ടുള്ള നാം ഇപ്പോൾ നിലകൊള്ളുന്ന ശഅബാൻ മാസത്തിൽ നാം ചെയ്തു വെക്കേണ്ടതായ മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ കേട്ടിട്ടുള്ളത്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിനെ കുറിച്ച് അറിയിച്ചത് റമളാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധയിലായി പോകുന്നൊരു മാസമാണെന്നാണ്. അതുപോലെ അവിടുന്ന് ഈ മാസത്തിൽ മറ്റു മാസങ്ങളിലൊന്നും അനുഷ്ഠിക്കാത്ത അത്രയും സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ചതായി കാണാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ അവർ വിശദീകരിക്കുന്നത് കാണാം. ശഅബാൻ റമളാനിനുള്ള മുന്നോടിയായതിനാൽ റമളാനിൽ ചെയ്യേണ്ടതായ നാം നന്നായി വർദ്ധിപ്പിക്കേണ്ടതായ സൽക്കർമ്മങ്ങൾ അത് ശഅബാനിൽ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് നോമ്പും അതുപോലെ ഖുർആൻ പാരായണവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധിക്കുന്ന എത്ര ഈ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇത് തീർച്ചയായും റമളാനിലെ നോമ്പുകൾക്ക് മുമ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ റമളാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായി തീരുന്നതാണ്. അല്ല, ഈ സുന്നത്ത് നോമ്പുകൾക്ക് വലിയ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു വ്യക്തി നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹ്, നീ നോമ്പെടുക്കുക, അതിനോളം തുല്യമായ ഒരു കർമ്മവും നിനക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ അറിയിക്കുകയാണ്. അതുപോലെ നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഒക്കെ സംഭവിച്ചു പോകുന്ന പാപങ്ങളെ കരിച്ചു കളയാനുള്ള ഒരു മാർഗം കൂടിയാണ് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫിത്നത്തു റജുലി ഫി അഹ്ലിഹി വമാലിഹി വജാരിഹി തുകഫിറുഹാ അസ്സലാത്തു വസ്സിയാമു വസ്സദഖ. ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുമായിട്ടും സാമ്പത്തിക രംഗത്തും അയൽക്കാരുമായിട്ടൊക്കെയുള്ള അവൻ്റെ അപജയങ്ങൾ, അതിൽ വരുന്ന വീഴ്ചകൾ, അത് ഈ നോമ്പുകൾ കൊണ്ടും സ്വതക്കകൾ കൊണ്ടും നിസ്കാരം കൊണ്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ യുവാക്കളോട് പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകളെ ഭയപ്പെടുന്നവരോട് നോമ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹറാമുകളിൽ നിന്നും ഒരാൾക്ക് അകന്നു കഴിയാൻ ഒരു പരിചയമായി മാറുന്നതായിരിക്കും നോമ്പ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസത്തിൽ സാധ്യമാകുന്ന അത്രയും നമ്മൾ നോമ്പ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ പണ്ഡിതന്മാർ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഈ മാസത്തിലുള്ള നോമ്പിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന്, ഈ മാസത്തിൻ്റെ 15 ശേഷം ഒരാൾ നോമ്പെടുക്കാൻ ആരംഭിക്കുന്നതിനെ കുറിച്ചാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസുണ്ട്, ഇദന്തസഫ ശഅബാനു ഫലാ തസൂമു, ശഅബാനിൻ്റെ 15 കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നോമ്പ് ആരംഭിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഹദീസിൻ്റെ സനദിൽ അത് സ്വീകാര്യയോഗ്യരായ ആളുകളാണോ അതല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ അവർ പറയുന്നു സ്വഹീഹാണെന്ന് ധരിച്ചാൽ തന്നെയും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ പാതിയിൽ ഒന്നും എടുക്കാതെ രണ്ടാമത്തെ 15 മാത്രം ആരംഭിക്കുന്നതിനെ കുറിച്ചാണ്. അതല്ലാതെ ആദ്യ പാതിയിൽ കുറച്ച് നോമ്പെങ്കിലും എടുത്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം
ഷാബാനിൻ്റെ 15-ന് ശേഷം നോമ്പെടുത്ത് തുടങ്ങുന്നതിലോ നോമ്പ് പുനരാരംഭിക്കുന്നതിലോ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. അതുപോലെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, റമദാനിൻ്റെ തൊട്ടു മുമ്പുള്ള 1-2 ദിവസങ്ങളിൽ നോമ്പ് എടുക്കുകയും അങ്ങനെ റമദാനിനെ പൂർത്തിയാക്കാം, റമദാൻ നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന നിലക്കുള്ളൊരു സൂക്ഷ്മത ഒരാൾ കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ശരിയായ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. ലാ തഖദ്ദമു റമദാന ബിസൗമി യൗമിൻ വലാ യൗമൈൻ. റമദാനിൻ്റെ 1-2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. ഇല്ലാ റജുലുൻ കാന യസൂമു സൗമ ഫൽയസും. എന്നാൽ സ്ഥിരമായി എടുത്തു വരുന്ന വല്ല നോമ്പുണ്ടെങ്കിൽ തിങ്കളോ വ്യാഴോ ഒക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷാബാൻ 30-ന്റെ അന്നോ 29-ന്റെ അന്നോ തിങ്കളോ വ്യാഴോ ഒക്കെ ആയി വരികയാണെങ്കിൽ ആ ദിവസം നോമ്പെടുക്കുന്നതിൽ തെറ്റില്ല. അതല്ല എങ്കിൽ റമദാൻ അഥവാ ആയിട്ടുണ്ടാകുമോ എന്ന ഭയത്താൽ ഒരു സൂക്ഷ്മതക്ക് റമദാനിൻ്റെ തൊട്ട് ദിവസം മുമ്പ് നോമ്പെടുക്കുക എന്ന് പറയുന്നത് അത് നിഷിദ്ധമായ കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, ഷാബാനിൻ്റെ 15 നിസ്ഫ് ഷാബാൻ ആ ദിവസത്തിന് പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടുന്ന് അറിയിച്ചത്, ഇന്നല്ലാഹ ലയത്വലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഅബാനിൻ്റെ 15-ലേക്ക്, ഷഅബാനിൻ്റെ 15-ന് അന്ന് അവൻ്റെ പടപ്പുകളിലേക്ക് ഒന്ന് നോക്കുന്നതായിരിക്കും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി. എന്നിട്ട് അവൻ്റെ പടപ്പുകൾക്ക് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശിർക്ക് വെച്ച ആളുകൾക്കില്ല, അതുപോലെ മുശാഹിനിനില്ല. ഈ 2 കൂട്ടർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനേകം കർമ്മങ്ങളിലൂടെ അവൻ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാബാൻ 15-ന്റെ അന്ന് 2 ദോഷഗുണങ്ങൾ നമ്മളില്ല എങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഒരാൾ മുശ്രിക്കാവുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കാത്തവനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിലുള്ള മുഴുവൻ മുവഹിദീങ്ങൾക്കും അവരുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ തൗബ കൂടെ അല്ലാതെ പുറത്തു കൊടുക്കുന്ന പാപങ്ങളെല്ലാം തന്നെ ചെറുപാപങ്ങളായിരിക്കും. വൻ പാപങ്ങളിൽ നിന്നും താഴെയുള്ളതായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദീങ്ങൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ഷഅബാനിൻ്റെ 15 എന്നാണ് പറയുന്നത്. തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശിർക്കിന്റെ അപകടത്തെക്കുറിച്ചും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ശിർക്കിലാണ് നീ ജീവിക്കുന്നത് എങ്കിൽ, ഏതവസരത്തിലാണോ നീ മരണപ്പെടുന്നത് ആ അവസരത്തിൽ നരകത്തിലേക്കല്ലാതെ പോകാൻ നിനക്ക് മറ്റൊരു വഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങൾ പുറത്തു തരാതെ നിനക്ക് സ്വർഗ്ഗപ്രവേശനം അത് സാധ്യമല്ല. പാപങ്ങൾ പുറത്തു തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നിബന്ധനയാക്കിയിട്ടുള്ള കാര്യമാണ് നീ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് എന്ന കൊടിയ പാപം അങ്ങനെ മരണപ്പെട്ടു പോയാൽ അല്ലാഹു അതൊരിക്കലും പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ അതല്ലാത്ത പാപങ്ങളാണെങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടങ്ങളിലും ശിർക്കിന്റെ ഒരു അംശവും ലാഞ്ചനയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഇത്തരം ഹദീസുകൾ നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. തൗഹീദ് ആവർത്തിച്ച് പഠിക്കുകയും ശിർക്കിന്റെ ഒരംശവും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, എൻ്റെ ഖൽബിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യമായി പറഞ്ഞത് ഔ മുശാഹിൻ മുശാഹിൻ എന്ന് പറയുന്നതിന് മഹാന്മാരായ പണ്ഡിതന്മാർ ചില വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇബ്നുൽ അസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം, മുശാഹിൻ എന്ന് പറഞ്ഞാൽ അത് ഖൽബിൽ ശത്രുതയും പകയും കൊണ്ട് നടക്കുന്നവർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൽ മറ്റുള്ള മുഅ്മിനീങ്ങളോട് ശത്രുതയും പകയുമായി നടക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ അതീവ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനുള്ള തടസ്സമായി തീരുകയാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് വെറുപ്പും പകയുമായി നടക്കുക എന്നുള്ളതാണ്. അന്യായമായി കൊണ്ട് തന്നെ യാതൊരു കാര്യവുമില്ല, അവനെ വെറുക്കേണ്ടതായ ഒരു ഗുണവും അവനിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കാൻ പറഞ്ഞ യാതൊന്നും തന്നെ അവനിലില്ല. പക്ഷെ അവന് വെറുക്കുകയാണ്. ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, എന്തെങ്കിലുമൊക്കെ ഭൗതിക താല്പര്യങ്ങൾക്ക് അവനെനിക്ക് തടസ്സമായിട്ടുണ്ട്, അതല്ലെങ്കിൽ അവനിലുള്ള വല്ല കാര്യത്തിനും നിനക്ക് അസൂയ തോന്നി, അവനോട് നിനക്ക് വെറുപ്പാണ്, അവനോട് പകയാണ്, ദേഷ്യമാണ്. എന്തിനാണ് ഞാൻ അവനെ വെറുക്കുന്നത് എന്ന് ചോദിച്ചാൽ നിനക്ക് ഉത്തരമില്ല. അങ്ങനെ മുസ്ലിമീങ്ങളെ നീ വെറുക്കുകയാണെങ്കിൽ, നിന്റെ സഹോദരങ്ങളെ നീ വെറുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി അവൻ നിശ്ചയിച്ച പാപമോചനം നിന്നെ തൊട്ട് തടയുകയാണ്.
അതുകൊണ്ട് ഗൗരവമുള്ള കാര്യമാണത്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം മോശപ്പെട്ട കൽബുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തുൽ ഹശ്റിൽ നോക്കൂ സഹോദരങ്ങളെ, മുഹാജിറുകളെ കുറിച്ചും അൻസാറുകളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മഹത്തരമായ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം ആളുകൾ വരും, മുഅ്മിനീങ്ങൾ വരും. നമ്മളെല്ലാം അതിൽ ഉൾപ്പെട്ട ആളുകളാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം വരുന്ന മുഴുവൻ ആളുകൾക്കും ഈ ബാധകമാണ്. അവർ പ്രാർത്ഥിക്കും, അവർ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹുവേ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരണം. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ എന്നാണ്. ഒരു മുസ്ലിമിന്റെ ഗുണമാണത്. അവന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അവൻ സ്വാർത്ഥനല്ല. അവന്റെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, അവനേക്കാൾ വലിയവർക്ക് വേണ്ടി, ചെറിയവർക്ക് വേണ്ടി അവനെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ നീ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ എന്നാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ്. എന്നിട്ട് അതോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ തജ്അൽ, അവന്റെ ഖൽബിലാക്കാൻ പാടില്ല, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. അല്ലാഹുവേ ആ മുഅ്മിനീങ്ങളോട് എൻ്റെ കൽബിൽ പകയും വിദ്വേഷവും ഉള്ളതാക്കുന്ന അവസ്ഥ നിനക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല തേടുകയാണ്. തേടണം. കാരണം ഓരോ മനുഷ്യന്റെ കൽബിലും സഹോദരങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളിൽ പെട്ടതാണ് അവന്റെ ഇതര ജീവികളോട്, മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി പിശാച് പണിയെടുക്കുന്നുണ്ട്. ഭാര്യയെ ഉറപ്പിക്കാൻ ഭർത്താവിന്റെ അടുക്കൽ, ഭർത്താവിനെ വെറുക്കുന്നതിന് വേണ്ടി ഭാര്യയുടെ അടുക്കൽ, അയൽക്കാരെ വെറുക്കുന്നതിന് വേണ്ടി അവന്റെ അയൽക്കാരനായ ആളുകളുടെ കൽബിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവരെ വെറുക്കുന്നതിന് വേണ്ടി പിശാച് എപ്പോഴും പണിയെടുക്കുന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ കൽബിനെ നമ്മൾ പരിശോധിക്കണം. നമ്മൾ അങ്ങനെ വെറുത്ത് കഴിയുന്നതായ, അന്യായമായി വെറുക്കുന്നതായ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു വെറുക്കാൻ പറയാത്തതായ, അള്ളാഹു ഇഷ്ടപ്പെടാൻ പറഞ്ഞതായ ആളുകൾ വെറുക്കുന്ന ഒരു പ്രവണത നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം അങ്ങനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുന്ന വേളയിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിവായി പോകുമെന്നാണ്. കാരണം മുഷാഹിന് പറഞ്ഞ ഒരർത്ഥം ഈ പറഞ്ഞതാണ്, അവൻ്റെ കൽബിൽ മറ്റുള്ളവരോട് വെറുപ്പ് കാണിക്കാത്തവരാണ്. രണ്ടാമതായി ഇമാമുൽ ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, മുഷാഹിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിബു ബിദ്അ, ബിദ്അത്തുകാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ അതെങ്ങനെ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അവിടെ നിയോഗിക്കപ്പെട്ടത്. അതല്ലാതെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്നതിനനുസരിച്ച്, നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നുന്നതിനനുസരിച്ച് നമ്മുടെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് ചിലത് ചെയ്യുക, ചിലത് ഒഴിവാക്കുക, അല്ല, നമുക്കതിന് അനുവാദമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ എല്ലാത്തിനും ഉത്തമമായ മാതൃകയുണ്ട്. നിസ്കാരത്തിനാകട്ടെ, നോമ്പിനാകട്ടെ, സക്കാത്തിനാകട്ടെ, ഹജ്ജിനാകട്ടെ, ദുആകൾക്കാകട്ടെ, ദിക്റുകൾക്കാകട്ടെ, എല്ലാത്തിനും ഉത്തമ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ആ റസൂലിനെ പിൻപറ്റേണ്ടതിന് പകരം മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ, റസൂലുള്ളാഹി പറഞ്ഞതാണ്, ആരെങ്കിലും എൻ്റെ കൽപ്പനയില്ലാത്ത കാര്യം പുതുതായി കൊണ്ടുവരികയാണെങ്കിൽ ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടുന്നതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, ഞാൻ പറഞ്ഞതല്ലാത്തതായ കൽപ്പനകൾ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളും തള്ളപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, അമലുകൾ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുന്ന ഇത്തരം മഹത്തരമായ കാര്യങ്ങളിൽ, മഹത്തരമായ സംഭവങ്ങളിൽ നമ്മൾ ഉൾപ്പെടുകയില്ല എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ശഅബാനിന്റെ വേളയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, കഴിഞ്ഞ റമളാനിൽ നോമ്പ് ബാക്കിയുള്ള ആളുകൾ അവർ കൃത്യമായി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നാൽ ആർക്കെങ്കിലും യാത്രയോ രോഗമോ കാരണത്താൽ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈളോ നിഫാസോ ഉള്ളത് കാരണത്താൽ നോമ്പെടുക്കാൻ സാധിക്കാതെ വന്നാൽ അവർ അതിനുശേഷം നോമ്പ് നോറ്റുകൂട്ടേണ്ടതാണ്. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അതല്ലാത്ത ദിവസങ്ങളിൽ നോമ്പെടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അടുത്ത റമളാനായിട്ടും അകാരണമായി ഒരാൾ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അത് ഹറാമായ കാര്യമാണ്. നീ റമളാനിൽ നോമ്പ് ഉപേക്ഷിക്കുന്നവരെ പോലെയായി തീർന്നിരിക്കുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റമളാനിൽ ഇളവ് നൽകിയത് അത് നിരുപാധികമല്ല. ബാക്കിയുള്ള അടുത്ത റമളാന് വരെയുള്ള സമയം കൊണ്ട് നീ അത് നോറ്റു വീഴണമെന്നുള്ളതാണ്. അതുകൊണ്ട് അകാരണമായി ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ കുറ്റക്കാരനായി തീരുകയാണ്.
കഴിഞ്ഞുപോയ ഏതെങ്കിലും റമദാനിൽ അങ്ങനെ നിനക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ ആ നോമ്പ് നീ നോറ്റുവിട്ടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, സ്വഹാബികൾ അസറുകളിൽ നിന്ന് വിശദീകരിക്കുകയാണ്, ഓരോ നോമ്പിനും ഒരു സാധുവിന് അവർ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അകാരണമായി നോമ്പ് ഒഴിവാക്കിയ ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്നാൽ അതല്ലാത്ത കാരണങ്ങളുള്ള ആളുകൾ ഉണ്ടാകും. രോഗിയായി തുടർന്നു, അഥവാ റമദാനിലുള്ള രോഗം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അത് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ റമദാനിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയ ഒരു സ്ത്രീ പിന്നീട് അവൾക്ക് മുലയൂട്ടുന്ന കാരണത്താൽ നോമ്പ് അതെടുക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ കാരണങ്ങളുള്ള ശറഅ അനുവദിക്കുന്ന ഉദ്റുള്ള ഒഴികഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴാണോ ആ ഒഴികഴിവ് നീങ്ങുന്നത് അപ്പോൾ ആ നോമ്പ് നോറ്റുവീട്ടിയാൽ മാത്രം മതി. ഒരു തെറ്റ് ചെയ്യാത്തതിനാൽ തൗബയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ മുദ്ദു കൊടുക്കേണ്ടതായ ആവശ്യം അവർക്കില്ല. അതല്ല എങ്കിൽ സഹോദരങ്ങളെ, കാര്യം ഗൗരവമുള്ളതാണ്, നോമ്പ് നോറ്റുവിട്ടേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, ശഅബാൻ 15 ആകുമ്പോൾ നമ്മുടെ നാടുകളിലുള്ള ആളുകൾ മറ്റുള്ള സുന്നത്തുകൾ ഒന്നും എടുക്കാത്ത പലരെയും പല ആവേശങ്ങളിലും ഈ റമദാനിൻ്റെ ഈ ശഅബാനിൻ്റെ 15 പല ബിദ്അത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി മുന്നിടുന്നത് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, നാം നേരത്തെ കേട്ട ഹദീസിൽ ശഅബാനിൻ്റെ 15 അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് പറഞ്ഞപ്പോൾ ആ ദിവസങ്ങളിൽ പ്രത്യേകമായ ഒരു അമലും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മുടെ കൽബിൽ ശിർക്കോ അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള പകയോ ബിദ്അത്തുകളോ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ മതിയായതാണ്. അതല്ലാതെ അതിൻ്റെ രാവിലെ പ്രത്യേകമായ നിസ്കാരമോ ശഅബാൻ 15 പ്രത്യേകമായ സുന്നത്ത് നോമ്പോ ഇത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, ചില ഹദീസുകൾ ആളുകൾ ഉദ്ധരിച്ചുകൊണ്ട് സാധാരണക്കാരെ വഞ്ചിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഹദീസുകൾ കാണാം. ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 ആയാൽ ഫഖൂമു ലൈലഹ, അതിന്റെ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുക, വസൂമു നഹാറഹ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുക. സഹോദരങ്ങളെ, മൗലൂ ആയ കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾ മാസത്തിൽ 3 നോമ്പെടുക്കുന്നു, 13, 14, 15, അവനത് എടുക്കാവുന്നതാണ്. പക്ഷെ ശഅബാൻ 15 മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ അത് ബിദ്അത്തായ നോമ്പായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു റജബ് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ശാമ ശിഹാബുദ്ദീൻ റഹിമഹുല്ല ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുപോലെ അവർ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാറുള്ള മറ്റൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ വിളിച്ചു പറഞ്ഞു എന്നാണ്, യാ അലി മൻ സല്ല ലൈലത്തൻ നിസ്ഫി മിൻ 100 റക്അ, ആരെങ്കിലും ശഅബാൻ 15 100 റക്അത്ത് നിസ്കരിച്ചാൽ ബി അൽഫി ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെ ഓരോ റക്അത്തിലും 10 കുല്ലു അല്ലാഹു അഹദ് ഓതിയിട്ട് 1000 കുല്ലു അല്ലാഹു അഹദ് അവൻ അങ്ങനെ ഓതുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്താൽ 100 റക്അത്താണ് അവൻ നിസ്കരിക്കേണ്ടത്, ഓരോ റക്അത്തിലും 10 കുല്ലു അല്ലാഹു അഹദ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ കിട്ടുന്ന കാര്യം ഖല്ലല്ലാഹു ലഹു കുല്ല ഹാജത്തിൻ ത്വലബഹ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ അവൻ ആവശ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ്. സഹോദരങ്ങളെ, മൗലൂആയ ഹദീസാണ്. ഇമാം നവവി റഹിമഹുള്ളയുടെ പണ്ഡിത ഉസ്താദായ അബൂ ശാമ പറയുന്നുണ്ട്, വസയ്യന ശൈത്താനു ലഹും ജഅലഹ മിൻ അജ്ലി ശആഇരിൽ മുസ്ലിമീൻ, ഇതാ പിശാചി മുസ്ലിമീങ്ങളുടെ വലിയ അടയാളം പോലെ അലങ്കാരമാക്കി ഇവർക്ക് ഇത് തോന്നിച്ചു കൊടുക്കുകയാണ് എന്ന് പറയാം. ഏതെങ്കിലും വഹാബി പണ്ഡിതൻ പറഞ്ഞതല്ല. അല്ലെ, ഇവിടെ ആളുകൾ ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ എതിർക്കുമ്പോൾ പറയാറുള്ളത് അത് സലഫികൾ ഒന്നും ചെയ്യാൻ വിടൂല എന്നാണ്. സഹോദരങ്ങളെ, അബൂ ശാമ നവവി റഹിമഹുള്ളയുടെ ഉസ്താദാണ്. അദ്ദേഹം പറയുന്നത് ആളുകൾ ഇത് വലിയ ദീനിന്റെ അടയാളം പോലെ കൊണ്ടു നടക്കുകയാണ്. ഈ രാത്രിയിൽ പ്രത്യേകമായ നിസ്കാരവും മറ്റുമൊക്കെ ആയിട്ട് ആളുകൾ അങ്ങനെ കൊണ്ടു നടക്കുന്നു. ഇങ്ങനെയുള്ള നിസ്കാരത്തിന് യാതൊരു തെളിവും സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഗൗരവത്തിൽ മനസ്സിലാക്കുക. അതല്ല എങ്കിൽ നമ്മൾ സുന്നത്തായ നോമ്പുകൾ ഈ ശഅബാൻ മാസത്തിൽ ധാരാളമായി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വൽ ജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, ശഅബാൻ 15 പ്രത്യേകമായ ചില നിസ്കാരം ആളുകൾ പലപ്പോഴും കൊണ്ടു നടക്കാറുണ്ട്. കഴിഞ്ഞ മാസം റജബിൽ റഗായിബ് നിസ്കാരം ആളുകൾ കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ ശഅബാൻ 15 നാം ഈ കേട്ടതുപോലെ 100 റക്അത്ത് നിസ്കാരം ആളുകൾ ചിലർ കൊണ്ടു നടക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ മഹാന്മാരായ മുൻഗാമികൾ ഈ നിസ്കാരത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ എതിർത്തത് കാണാൻ സാധിക്കും. ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹം റജബിൽ നടത്തിയിട്ടുള്ള ഈ റഗായിബ് നിസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന ശഅബാൻ 15 അന്നുള്ള 100 റക്അത്ത് നിസ്കാരത്തെക്കുറിച്ചും പറയുന്നത് സഹോദരങ്ങളെ നമുക്കിങ്ങനെ കേൾക്കാം. അദ്ദേഹം പറയുന്ന സലാത്തുൽ മഅറൂഫത്ത് ബിസ്സലാത്ത് റഗായിബ്,
റഗായിബ് നിസ്കാരം എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട്. വഹി ഇസ്നത അശറ റകഅത്ത് തുസല്ല ബൈനൽ മഗ്രിബ് വൽ ഇശാ ലൈലത അവ്വൽ ജുമഅത്തിൻ ഫി റജബ്. റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയിൽ മഗ്രിബിൻ്റെയും ഇഷയുടെയും ഇടയിൽ നിർവഹിക്കപ്പെടുന്ന 12 റക്അത്ത് നിസ്കാരമാണത്. അതുപോലെ തന്നെ വസ്സലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ 100 റക്അ. ശഅബാൻ 15ൻ്റെ ആ നാളുകൾ നിസ്കരിക്കുന്ന 100 റക്അത്ത് നിസ്കാരം. വഹാതാനി സ്വലാത്താൻ, ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നത് കേൾക്കുക, ഈ 2 നിസ്കാരങ്ങളും ബിദ്അതാനി വമുൻകറതാനി ഖബീഹതാൻ, ഇത് മോശപ്പെട്ട മ്ലേച്ഛമായ കാര്യമാണ് എന്ന് നവവി റഹ്മത്തുള്ളാഹി പറയാൻ. നമുക്ക് ഒരുപാട് പാഠങ്ങളുള്ള വാക്കുകളാണിത്. അയിമ്മത്തിൻ്റെ മൻഹജാണ്, അവരുടെ രീതിശാസ്ത്രമാണിത്, അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസമാണിത്. എന്തുകൊണ്ടാണ് ഈ 2 നിസ്കാരത്തെയും അദ്ദേഹം ബിദ്അത്താണെന്നും മുൻകറത്താണെന്നും ഖബീഹത്താണെന്നും പറഞ്ഞിട്ടുള്ളത്? ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, കാരണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെയുള്ള സമസ്തക്കാരൊക്കെ ഇത് കേട്ട് മനസ്സിലാക്കണം. വലാ യഗ്തറു ബിദിക്രിഹിമാ ഫീ കിതാബിൽ ഖൂത്ത്, അതുപോലെ ഫീ കിതാബി ഖൂത്തുൽ ഖുലൂബ് വഹിയാ ഉലൂമുദ്ദീൻ. ഗസാലിയുടെ ഹിയാ ഉലൂമുദ്ദീൻ ഒക്കെ ഇവിടെ അധിക വീടുകളിലും പരിഭാഷകൾ കാണാൻ സാധിക്കും. ഗസാലിയുടെ ഹിയാ ഉലൂമുദ്ദീനിലും അതുപോലെ തന്നെ ഖൂത്തുൽ ഖുലൂബിലൊക്കെ വേറൊരു പണ്ഡിതന്റെയാണ്. ഇതിലൊക്കെ ഇതിന്റെ പരാമർശമുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളത് വഞ്ചിതരാക്കേണ്ടതില്ല. അതുപോലെ വലാബിൽ ഹദീസിൽ മദ്കൂരി ഫീഹിമ, ഈ 2 ഗ്രന്ഥങ്ങളിലും ചില ഹദീസൊക്കെ കൊടുത്തിട്ട് കാണും, അതിലും നിങ്ങൾ വഞ്ചിതരാവേണ്ടതില്ല. ഫൈന കുല്ല ദാലിക ബാത്തിൽ, അദ്ദേഹം പറയാണ് അതൊക്കെ ബാത്തിലാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് ഹദീസാവുകയില്ല, അതിന് സനദ് വേണ്ടതുണ്ട്. അപ്പൊ ഈ പറയുന്ന ഹദീസുകളൊക്കെ ബാത്തിലാണ്. അതേപോലെ അദ്ദേഹം പറയാണ് വലാ യഗ്തറു ബിബഅദി മൻ ഇശ്തബഹ അലൈഹി ഹുക്മുഹു മിനൽ അയിമ്മ ഫസന്നഫ വറഖാത്തിൻ ഫി ഇസ്തിഹ്ബാബിഹിമ. ഇത് നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ചില അയിമ്മത്തുകൾ തന്നെ ഇതിനെ നല്ലതാക്കിക്കൊണ്ട് ചില രചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിലും നിങ്ങൾ വഞ്ചിതരാകരുത്. ഫൈനഹു ഗാലിത്തുൻ ഫീ ദാലിക്, കാരണം അവർക്കൊക്കെ അബദ്ധം പെടഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇതിന് മറുപടിയായി എഴുതിയിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഇസ്മായിൽ അൽ മഖ്ദിസി, അദ്ദേഹം ഈ ഗ്രന്ഥങ്ങൾക്ക് മറുപടി എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം ബാത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പുകഴ്ത്തിയും കൂടി പറയുകയാണ്. അത് ബിദ്അത്തുകളെ എതിർക്കുന്ന ആളുകളെ നവവി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി എതിർക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് ബിദ്അത്തുകളിൽ നിന്ന് മുക്തമായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഏതെങ്കിലുമൊക്കെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതിന് നമുക്ക് ഉറപ്പുവരേണ്ടതുണ്ട്, സ്വഹീഹായ ഹദീസായി തീരേണ്ടതുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ആളുകൾ ബറാഅത്ത് നോമ്പെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാസത്തിന്റെ 15-ൽ പ്രത്യേകമായി നോമ്പെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠതയുള്ള രാവാണെന്ന് വരെ ചിലർ അടിച്ചുവിടുന്നത് കാണാൻ സാധിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ദുഖാനിൽ പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഖുർആൻ നാം അവതരിപ്പിച്ചത് ഒരു മുബാറക്കായ രാത്രിയിലാണെന്ന് പറഞ്ഞത് അപൂർവം ചില മുഫസ്സിറുകളുടെ ഒരു അബദ്ധമായിക്കൊണ്ട് അത് ശഅബാൻ 15 പറഞ്ഞതിനെ ജുംഹൂറുൽ ഉലമ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞതിനെയും അതുപോലെ ഖുർആനിന്റെ മറ്റു നസ്സുകൾക്കും എതിരായിക്കൊണ്ട് ആളുകൾ അത് സ്വീകരിക്കുകയും ഈ ബിദ്അത്തുകൾക്ക് മുന്നിടുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞതല്ലേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ ശഅബാനിലാണോ? ലൈലത്തുൽ ഖദർ റമദാനിന്റെ അവസാനത്തെ 10 രാവുകളിലല്ലേ? വളരെ കൃത്യമായി അറിയുന്ന കാര്യമല്ലേ? അതുകൊണ്ട് ശഅബാൻ 15-ലല്ല സഹോദരങ്ങളെ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ദുഖാനിൽ പറഞ്ഞ ഈ ആയത്ത് അത് ലൈലത്തുൽ ഖദറിനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇന്നഹാ ലൈലത്തുൻ നിസ് മൊമൻ ഖാല ഇന്നഹാ ലൈലത്തുൻ നിസ് മിൻ ശഅബാൻ, ആരെങ്കിലും പറയുകയാണ് ഖുർആൻ അവതരിച്ചത് ശഅബാൻ 15-ലാണെന്നാണെങ്കിൽ ഫഖദ് അബ്അദ നജ്അ, അവൻ സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. ഫഇന്ന നസ്സൽ ഖുർആനി അൻഹാ ഫി റമളാൻ, കാരണം ഖുർആനിന്റെ നസ്സാൻ, ഖുർആനിൽ നേർക്കുനേരെ വന്നിട്ടുള്ള കാര്യമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത് എന്നുള്ളത് ഖുർആനിന്റെ നസ്സായി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ആരെങ്കിലും അത് ശഅബാൻ 15-ലാണെന്ന് മാറി വിശ്വസിക്കുകയാണെങ്കിൽ അത് ബാത്തിലാണ്, തെറ്റാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് സഹോദരങ്ങളെ വളരെ കൃത്യമായി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം റമളാനിന് മുന്നോടിയായി ഈ മാസത്തിൽ സാധിക്കുന്ന അത്ര സുന്നത്ത് നോമ്പ് എടുക്കുകയും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയും അങ്ങനെ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായ ഊർജ്ജസ്വലതയോടുകൂടി ഇബാദത്തുകൾ നന്നായി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമാണ് വേണ്ടത്. അതല്ലാതെ ഇത്തരം ബിദ്അത്തുകളുടെ പിന്നാലെ പോയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനം കിട്ടാത്തവരായിക്കൊണ്ട് നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ അമലുകൾ ബാത്തിലാകുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു
വ തആല അള്ളാഹുവിൻ്റെ ദീന് യഥാവിധത്തിൽ ഉൾക്കൊള്ളാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഔദാര്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പ്രയാസം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും വലയുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ചുറ്റുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അതിൽ തുറവി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مسرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.